ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും ഒരു മൂവിയിലേക്ക് നമ്മളിന്ന് റിവ്യൂ ചെയ്തൊരു ഹിന്ദി മൂവി നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നു. യോധ എന്നാണ് മൂവിയുടെ പേര്. സാഗർ അമ്പയർ ആണ് ഇതൊരു ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കാശ് നോക്കി സിദ്ധാർത്ഥ് മൽഹോത്ര, റാഷി ഖന്ന, ദിൽഷ പാണ്ഡെ തുടങ്ങിയവർക്ക് പ്രധാന താരങ്ങളായി വന്നിട്ടുള്ളത്. ഒരു പട്ടാളക്കാരൻ്റെ ജീവിതമായിട്ട് അല്ലെങ്കിൽ മിലിറ്ററി മൂവിയാണ് യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇന്ത്യൻ സിനിമ എന്ന് കാണാൻ വിശേഷിക്കാൻ പെടാൻ വേണ്ടി സാധിക്കും. യോധ കണ്ടപ്പോൾ എനിക്ക് യോഗം എന്നാണ് പറയാൻ വേണ്ടി തോന്നുന്നത്. കാരണം അത്ര ഒരു വധം തന്നെയാണ് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ സ്റ്റോറി നോക്കിയാൽ പ്രത്യേകിച്ച് സ്റ്റോറി ഒന്നും ഇല്ലാതെ തന്നെയാണ് സ്റ്റോറി കുറിച്ച് പറയാനുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു മിലിറ്ററി ഓഫീസർ കുറച്ച് എന്താ പറയുക, കലിപ്പനും ഒരു കാന്താരി എന്ന് പറഞ്ഞ ഒരു രീതി അവസ്ഥയായിരുന്നു. അദ്ദേഹം ചെയ്യുന്നൊക്കെ ഒരുപാട് മണ്ടത്തരങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നീട് അദ്ദേഹത്തിന് തന്നെ അത് നെഗറ്റീവ് ബാധിക്കുന്നു. പിന്നീട് ഈ ആവശ്യ സംരക്ഷകനായി വേണ്ടിയിരുന്നു ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയോ ചെയ്ത് വയ്ക്കുന്നുണ്ടോ ഒന്നും തന്നെ മനസ്സിലായതാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. തുടക്കം പറയാനുള്ളത് ടൈറ്റിൽ എഴുതി കാണിച്ചുള്ള രീതി വളരെ നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഗണ്ണോണ്ട് ഷോട്ട് ചെയ്ത യോധ എന്ന് കാണിക്കുന്നു. വലിയൊരു ബ്രില്യൻസും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ടൈറ്റിൽ കൊള്ളാമായിരുന്നു. അതുപോലെ തന്നെ നായകൻ്റെ ഇൻട്രോ എന്ന് വെച്ചാൽ സിമ്പിളായിട്ടുള്ള ഇൻട്രോയാണ് നായകൻ എടുക്കുക. ഒരു മിലിറ്ററി ഓഫീസറുടെ ഒരു ഇൻട്രോ, ചെറിയ ഇൻട്രോ സീൻ കാണിക്കുന്നു. പിന്നീട് ഒരു വഞ്ചിയിൽ വെച്ചൊരു സംഭവം കാണിക്കുന്ന ഫൈറ്റ് ചെയ്യുന്ന ഒരു മേലേക്ക് പൊട്ടിക്കുന്ന പോലെ കാണിച്ചിട്ട് ഒരു നമ്മുടെ ഇന്ത്യയുടെ പതാക കാണിച്ചിട്ടാണ് ഇതിൻ്റെ ടൈറ്റിലും കാര്യങ്ങളൊക്കെ കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. നല്ലൊരു പോസിറ്റീവായി തോന്നി. പിന്നീട് നായകൻ നേരെ ഫ്ലൈറ്റിൽ നിന്നും താഴത്തോട്ട് ഇറങ്ങുന്നു. ഇറക്കം തൊട്ട് പിന്നെ ഒരു വധം തന്നെ പറയാൻ സാധിക്കും. കാരണം ഒരു ബന്ധമില്ലാത്ത സീൻസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട്. കാരണം ഇപ്പോൾ ഒരു പെട്ടെന്ന് തന്നെ ഒരു ആക്ഷൻ സീൻസ് ചെയ്യുന്നുകൊണ്ടിരിക്കും. പെട്ടെന്നൊരു പാട്ട് വരുന്നു, അതിനിടയ്ക്ക് ഒരു പ്രണയം വരുന്നു, പിന്നെ പാട്ട് വരുന്നു, പിന്നെ വേറൊരു രാജ്യത്തിലെത്തുന്നു. യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ തന്നെയാണ് എടുത്ത് പറയാൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഫ്ലൈറ്റിലോട്ട് താഴത്തോട്ട് ഇറങ്ങുന്നു. അങ്ങനെ നായകൻ്റെ വൈഫ് എന്ന് റാഷിഖന്നെ അവതരിപ്പിക്കുന്ന കഥാപാത്രമുണ്ട്. അങ്ങനെ ആ കഥാപാത്രം നോക്കുന്നു, ദേഷ്യപ്പെടുന്നു, എനിക്ക് ഫ്ലൈൻ കിസ് കൊടുക്കുന്നു, കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നീട് അവരെ പ്രണയകലമായിട്ടൊരു പാട്ടും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. പെട്ടെന്ന് തന്നെ സീൻ മാറാണ്. ഒരു ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യപ്പെടുന്നതാണ് ഭാഗമായിട്ട് കാണിച്ചിട്ടുള്ളത്. അങ്ങനെ ഹൈജാക്ക് പെടുമ്പോൾ നായകൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അബദ്ധം സംഭവിക്കുന്നു. അതായത് എടുത്ത് പറയുന്നത് വെച്ചാൽ ഫൈറ്റ് സീനാണ്. 2 വട്ടം അതിൽ ഏറ്റവും ഫ്ലൈറ്റിൽ ഫൈറ്റ് സീൻ കാണിച്ചിട്ടുള്ളത്. നായകനായിട്ട് പറയുമ്പോൾ സിദ്ധാർത്ഥ് മൽഹോത്രയാണ്. അദ്ദേഹത്തിൻ്റെ എഗ്വിലാണ് എനിക്ക് ഒരു മികച്ച ചിത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കി ഒട്ടും തന്നെ എനിക്ക് വലിയ പ്രസൻറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഫൈറ്റ് സീൻ കാണിക്കുന്നത്, ഫൈറ്റ് സീൻ ഫ്ലൈറ്റിൽ കിടന്ന് ഇടിയാണ്. നമ്മൾ നേരത്തെ പുത്തിരി കണ്ട അതിനകത്ത് ഇടി എന്ന് പറഞ്ഞ് അത് ഇടിയാണ് ഫ്ലൈറ്റിൽ വെച്ച് നടക്കുന്നത്. അങ്ങനെയുള്ള നമ്മുടെ നായകനെ ഫ്ലൈറ്റിൽ നിന്നൊക്കെ തള്ളിയിട്ട് താഴത്തേക്ക് ഇടുന്നുണ്ട്. ബസ്സിൽ നിന്നൊക്കെ തള്ളിയിടുന്ന അവസ്ഥയിലാണ്. നല്ല തള്ളിയിടുന്നു, അങ്ങനെ താഴത്തോട്ട് വീഴുന്നു, ഫ്ലൈറ്റിൽ അടിയിൽ വീഴുന്നു, പിന്നാലെ കിടന്ന് ഓടുന്നു. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു മികച്ച ഒരു കോർട്ട് മാർഷൽ അനുഭവിക്കാനുള്ള ഒരു പട്ടാളക്കാരൻ. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് സംഭവിച്ചു, അല്ലെങ്കിൽ അയാൾ മരിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുന്നു. ഒരാൾക്ക് കൊല്ലപ്പെടുന്നുണ്ട്. അങ്ങനെ നായകനെ അതിൽ നിന്ന് സസ്പെൻഷൻ കിട്ടുന്നു. നായകൻ വീണ്ടും കൽപ്പനയും കാന്താരിയും പിരിക്കുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നായകൻ നമ്മുടെ താടിയൊക്കെ വെച്ചിട്ട് വീണ്ടും ഒരു ഫ്ലൈറ്റിലോട്ട് കയറാണ്. അപ്പോൾ കഷ്ടാലത്തിന് വീണ്ടും ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യപ്പെടാണ്. ഫ്ലൈറ്റ് ഹൈജാക്ക് പെടുന്ന ഭാഗം ഫ്ലൈറ്റൊക്കെ കിടന്ന് 2 അടിക്കും ഫ്ലൈറ്റൊക്കെ കിടന്ന് ഇങ്ങനെ ആടുന്ന ഭാഗമായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഫ്ലൈറ്റിൻ്റെ അടിക്ക് പോകുന്ന, നമ്മൾ ഈ കപ്പലിൻ്റെ അടിക്ക് പോകുന്ന പോലെയാണ് ഫ്ലൈറ്റിൻ്റെ അടിഭാഗമായിട്ട് അതിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എന്തൊക്കെ കാണിച്ചു കൊണ്ട് തല കറങ്ങുന്ന ഭാഗ്യം ദുരന്തം എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് ആ സീൻസും കാര്യങ്ങളൊക്കെ. ഒട്ടും തന്നെ ഒരു ഇതില്ലാത്ത സമയത്ത് വീണ്ടും ഒരു കളക്ടറേറ്റ്, ഒരു സെക്രട്ടറി പോലത്തെ ഭാഗം കാണിക്കുന്നു. അങ്ങനെ മന്ത്രിയെ കൊല്ലാൻ വേണ്ടി കുറച്ച് ആൾക്കാർ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ഈ ഫ്ലൈറ്റ് ഹൈജാക്കപ്പെടുന്ന സമയത്ത് നായകൻ ഫ്ലൈറ്റൊക്കെ ഓടിച്ച് താഴത്തോട്ട് ഇറക്കുന്നു. പിന്നെ എങ്ങനെയാണ് അവിടേക്ക് എത്തിയെന്ന് ഭാഗമൊന്നും കാണിച്ചിട്ടൊന്നുമില്ല. പിന്നീട് അങ്ങനെ ഒരു കുറേ ഫൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. അങ്ങനെ പെട്ടെന്നൊരു ബോംബ് കിട്ടുന്നു. അപ്പോൾ നമുക്ക് തോന്നും നായകൻ മരിച്ചില്ല എന്നൊക്കെ. അത് നായകൻ മരിക്കുന്നത്. അപ്പോൾ നായകൻ നമ്മുടെ മറ്റേ ഫ്ലൈറ്റിൻ്റെ കുപ്പി പിടിച്ച പോലെ തന്നെ അതൊക്കെ പിടിച്ചിട്ട് അങ്ങനെ പതാക ഉയർത്തിയിട്ട് അങ്ങനെ പടങ്ങൾ അവസാനിക്കുകയാണ് കാണിച്ചിട്ടുള്ളത്. ഒരു ദുരന്തമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണെന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നി. ഒരു യോഗം എന്ന് പറഞ്ഞത് യോഗത്തിൻ്റെ ഒരു ദുരന്തം, അതാണ് യോഗ എന്നല്ല പേരിടുന്നത്. യോഗ ദുരന്തം എന്ന് കിട്ടുകഴിഞ്ഞാൽ നല്ല ഈ തന്നെ എന്താ പറയുക ചേർന്ന് പോകും. റാഷി ഖന്ന എന്ന് പറയുന്ന നടിയെ എന്താ പറയുക, ഒന്നും പറയാനില്ല. കാരണം അവർക്കൊന്നും ചെയ്യാനുണ്ടാകുന്നില്ല. ഒരു ഫാറ്റ് സീനുണ്ട്, കുറച്ച് ക്യൂട്ട്നെസ്സും കാണിക്കുന്നുണ്ട്, കുറച്ച് ദേഷ്യം പഠനമുണ്ട്. ഇവിടെ മിനിസ്റ്ററുടെ സെക്രട്ടറി ഒക്കെ ആയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത് ആർട്ടിസ്റ്റിൽ കാണിച്ചിട്ടുള്ളത്. സിദ്ധാർത്ഥ് മൽഹോത്ര എന്താ പറയുക, ഇക്കിളിട്ടാൽ പോലും മുഖത്തെ എക്സ്പ്രഷൻ വരാത്തൊരു നായകനും. ദിൽഷ പാണ്ഡുണ്ട്, പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഒരു ഗ്ലാമർ രംഗങ്ങളും കാരണമൊന്നുമല്ല. എന്താണ് അത് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകുമ്പോൾ കാരണം അവരെക്കുറിച്ച് ഞാൻ കൂടുതൽ എടുത്ത് പറയാത്. ബാക്കി ഒരുപാട് വ്യക്തികളുണ്ട്. എനിക്കൊന്നും ഒരു ഹിന്ദി സിനിമ വെച്ച് അധികം കാസ്റ്റിംഗ് പറഞ്ഞുള്ള ചിത്രം ചിലപ്പോൾ ഒരു പക്ഷേ ഇതായിരിക്കാം. നമ്മൾ കണ്ടാഹറിൽ വിമാനം കിട്ടിയപ്പോൾ ഇതിൽ ഒരു വിമാനം ഫ്ലൈറ്റൊക്കെ സ്വന്തമായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ യാതൊരു ഗുണമില്ല. മികച്ച രീതിയിൽ എടുക്കാമായിരുന്നു. പക്ഷേ ഇതിൽ കൂടുതലൊന്നും തന്നെ ചെയ്യാനുണ്ടാകുന്നില്ല. ഏറ്റവും വലിയ നെഗറ്റീവ് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ തിരക്കഥ, അതുപോലെ ഡയറക്ഷൻ, എഡിറ്റിംഗ്, അതുപോലെ പ്രകടനം എല്ലാം കൊണ്ടൊന്നും നെഗറ്റീവ് തന്നെയാണ്.
ഒരു പോസിറ്റീവ് പറയാൻ എനിക്ക് തോന്നുന്നു ഡ്യൂറേഷൻ ഏകദേശം 2 മണിക്കൂറും 45 മിനിറ്റ് ഡ്യൂറേഷൻ ഉള്ളൂ. അത് തന്നെ ഏറ്റവും വലിയ പോസിറ്റീവ് എനിക്ക് തോന്നുന്നു. കാരണം അത്രയേറെ ജനങ്ങളെ ടോർച്ചർ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളൂ. അതിനപ്പുറത്ത് ടോർച്ചറിങ് ഇല്ല. അതാണ് നെഗറ്റീവ് പോസിറ്റീവ് എനിക്ക് പറയാനുള്ള ഘടകമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും യോധ നിങ്ങൾ കണ്ടുള്ള വെച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇന്നത്തെ ഇപ്പോൾ നമ്മുടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതായിരിക്കും ബൈ ഫ്രണ്ട്സ്.